ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കുക്ക് വിത്ത് കാത്തു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ മീൻ വെച്ചിട്ടുള്ള തോരനായിട്ടാണ്. ഇത് ചൂര മീൻ തോരനാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ മീൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലോട്ട് ഒന്ന് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാൻ ഇവിടെ ഒരു 1/2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്, ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കണം. ഞാൻ 1/2 കപ്പ് വെള്ളമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അന്ന് ഈ മീനെല്ലാം ഒന്ന് വെന്ത് കിട്ടുന്ന രീതിയിൽ വേവിച്ചെടുക്കുക. ഇപ്പം കണ്ടില്ലേ, നന്നായിട്ട് അത് തിളച്ച് വന്ന വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ആ പാത്രത്തിൽ തന്നെ ഞാൻ 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിന് മുമ്പ് അതിലേക്ക് ചേർക്കേണ്ട സാധനങ്ങളാണ്: ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 2 ടേബിൾ സ്പൂൺ, പച്ചമുളക് ആവശ്യത്തിന്. ഇനിയിപ്പോൾ ഞാൻ അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ഉള്ളിയാണ് വേണ്ടത്, 3/4 കപ്പ് വേണം. ഇപ്പോൾ എണ്ണ അതാ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതിലോട്ട് നമുക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. നമ്മളിത് ചെറിയ ഉള്ളി വെച്ചിട്ടാണ് ഈ തോരൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നല്ല തിളച്ച എണ്ണയിൽ കിടന്നതെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടണം. കണ്ടില്ലേ, ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ആ എണ്ണ ആ ഒരു ഉള്ളിയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പോൾ കളറും ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയമാകുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ മുളകും കൂടി ചേർത്ത് കൊടുക്കാം. മുളക് നമ്മൾ നടുക്കുന്ന് ഇങ്ങനെ കീറി ഇട്ടിട്ടുള്ള നീളത്തിനരിഞ്ഞ മുളകാണ്, അതും ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഈ ഒരു സമയമൊക്കെ ആകുമ്പോൾ നമുക്ക് കരിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അല്ലേ, ഇതേപോലെ ചെയ്തെടുക്കാം. ഇനി ഈ സമയമൊക്കെ ആകുമ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മീനുണ്ടല്ലോ, അതൊന്ന് പൊടിച്ചെടുക്കണം. നമ്മുടെ മീനിൻ്റെ തോരനായതുകൊണ്ട് നമ്മളൊന്ന് പൊടിച്ചാണ് എടുക്കുന്നത്. അത് കണ്ടില്ലേ, ഇതേപോലെ നന്നായിട്ടൊന്ന് മീൻ പൊടിച്ചെടുക്കണം. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അതിലോട്ട് ചേർത്ത് കൊടുക്കണം. അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള മീനും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇല്ലേ, നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ അരപ്പാണ് ഉണ്ടാക്കേണ്ടത്. അരപ്പുണ്ടാക്കാൻ വേണ്ടി ഞാൻ 3/4 കപ്പ് തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ 2 ചെറിയ ഉള്ളിയും ചേർത്ത് ഒന്ന് അരച്ചെടുക്കണം. ഇനി ആ ഒരു അരപ്പും കൂടി ഇതിൻ്റെ മുകളിലോട്ടൊന്നിട്ട് മിക്സാക്കി കൊടുക്കണം. നമ്മൾ നേരത്തെ ചേർത്ത ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാവരുടെയും ടേസ്റ്റ് അനുസരിച്ച് വേണം ഉപ്പ് ചേർക്കേണ്ടത്. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. അരപ്പിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. കണ്ടില്ലേ, ഇതേപോലെ ചെയ്തെടുക്കാം. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കൊരു 1/2 ടീസ്പൂൺ മസാല ചേർത്ത് കൊടുക്കാം, മസാലപ്പൊടി. അതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. നന്നായിട്ടിവിടെ മിക്സായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.